ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 26-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 26-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിൻ്റെ ആ മനസ്സിനെ ആത്മാവിൽ തന്നെ ലയിപ്പിക്കണം. ആ മനസ്സിനെ ആത്മാവിൽ തന്നെ ലയിപ്പിക്കണം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്വഭാവം എന്താണ് എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അസ്ഥിരമാണ്, ചഞ്ചലമാണ്. അസ്ഥിരവും ചഞ്ചലവുമായിട്ടുള്ള മനസ്സിനെ അതിൽ നിന്നെല്ലാം, വിഷയങ്ങളിൽ നിന്നെല്ലാം നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ ലയിപ്പിക്കണം. എങ്ങനെ? പാലിൽ പഞ്ചസാര ലയിച്ച് ചേരുന്നത് പോലെ അവിടെ മനസ്സില്ല. ആത്മാവ് മനസ്സിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല. യഥാർത്ഥത്തിൽ ആത്മാവുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. മനസ്സും ആത്മാവും തമ്മിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവും ഇല്ല. യഥാർത്ഥത്തിൽ അതാണ് സത്യം. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന തേജോ ന വായുശ്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നാണ്. ചിത്ത്, സത്ത്, ആനന്ദം. ആ ആനന്ദം പോലും അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ് മനസ്സും ആത്മാവിൽ തമ്മിൽ ലയിക്കുമ്പോഴുള്ള അവസ്ഥ. അവിടെ ആത്മാവൊന്നുമില്ല, ശൂന്യമായിട്ടുള്ള അവസ്ഥ. അവിടെ ചിന്തകളില്ല, ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ചിത്തമില്ല. പഞ്ച ഇന്ദ്രിയങ്ങളില്ല, പഞ്ചഭൂതങ്ങളില്ല, പഞ്ചപ്രാണനില്ല. ഈ കാണുന്നതൊന്നുമില്ല. കാരണം അവിടെ ശൂന്യത മാത്രമാണുള്ളത്. ശൂന്യത ആകുമ്പോൾ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ശൂന്യത എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഒന്നുമില്ല എന്നല്ലേ? ഒന്നുമില്ല. അപ്പോൾ അത് അനുഭവിക്കുന്നുണ്ടോ, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇല്ലാത്തതിനെ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? അനുഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണം. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിനെ അനുഭവിക്കാൻ സാധിക്കൂ. അനുഭവിക്കുന്ന ആളുണ്ടാവണ്ടേ? ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്? ആ ഒരവസ്ഥയാണ്. മനസ്സും ആത്മാവും തമ്മിൽ ലയിക്കുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, ശൂന്യമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയണത്. ശ്ലോകം 27. ഈ ശ്ലോകത്തിൽ പ്രശാന്തമനസംഖേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം എന്നാണ്. ശാന്തരജസം ശാന്തമാകണം. എന്ത് ശാന്തമാകണം? രജോ ഗുണം ശാന്തമാകണം. രജോ ഗുണം ശാന്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ആ ത്രിഗുണങ്ങളുടെ സ്വഭാവം. അങ്ങനെയുള്ള രജോ ഗുണം നീങ്ങണം. രജോ ഗുണം നീങ്ങുമ്പോൾ മനസ്സ് പ്രശാന്തമാകും. പ്രശാന്തം, മനഃശാന്തി നേടും. മനഃശാന്തി നേടണമെങ്കിൽ എന്താ മാർഗം? രജോ ഗുണം നീങ്ങണം.
കട്ടുമുടിച്ചും തട്ടിപ്പറിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും ഈ പ്രകൃതിയെ വിഷമിപ്പിച്ചും തൻ്റെ സാമർഥ്യം കൊണ്ട് തൻ്റെ നിലനിൽപ്പിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആണ് ഒരാളിൽ രജോ ഗുണം അധികരിച്ചിരിക്കുന്നു എന്ന് പറയണത്. അപ്പോൾ ആ രജോ ഗുണം നീങ്ങണം. രജോ ഗുണം നീങ്ങി പ്രശാന്തമാകണം മനസ്സ്. ആ സമയത്ത് അകൽമഷമാകും. എന്താ? പാപരഹിതനാകും. രജോ ഗുണം നീങ്ങി മനഃശാന്തി നേടുമ്പോൾ പാപരഹിതനാകും. പാപരഹിതനെന്ന് പറഞ്ഞാൽ എന്താ? അവനവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവനവന് ബോധ്യമാകുന്നൊരവസ്ഥ. എൻ്റെ പാപപങ്കിലമായിട്ടുള്ള എൻ്റെ അവസ്ഥകളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്ന് അവനവനെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് പാപരഹിതനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ തോന്നണം. അത് തോന്നണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ പറ്റിച്ച് തോന്നിപ്പിക്കാം. അയാൾ പാപരഹിതനാണ്, പാപമുക്തനാണ് എന്നൊക്കെ മറ്റുള്ളവരെ വിട്ട് നമ്മളെ പറയിപ്പിക്കാം. പക്ഷെ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നൊരവസ്ഥ അതുണ്ടാകുമ്പോഴാണ് അവൻ പാപരഹിതനായി എന്ന് പറയുന്നത്. അങ്ങനെ അവന് അങ്ങനെ തോന്നണമെങ്കിൽ രജോ ഗുണം നീങ്ങണം, മനസ്സ് പ്രശാന്തമാവണം. അങ്ങനെ പാപരഹിതനായി തീർന്ന് ബ്രഹ്മഭൂതം ബ്രഹ്മമയമായിത്തീരുന്ന വ്യക്തി അല്ലെങ്കിൽ യോഗി. ബ്രഹ്മമയമായിത്തീരുന്ന എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ആ ബ്രഹ്മമയമായി തീരുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ഘ്രാണനേത്രേ. ഞാൻ എന്തല്ല? പഞ്ച ഇന്ദ്രിയങ്ങളല്ല, പഞ്ചഭൂതങ്ങളല്ല. ഞാൻ പരമമായിട്ടുള്ള അറിവാകുന്നു എന്ന ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി ഉയരുന്ന ഒരവസ്ഥ ബ്രഹ്മമായി തീരുക. അങ്ങനെ ബ്രഹ്മമായി തീരുന്ന ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം സുഖം ഉത്തമം ഉപൈതി. ഉത്തമമായ സുഖത്തെ അനുഭവിക്കുവാൻ അയാൾക്ക് സാധിക്കുന്നു. ഉത്തമമായ സുഖത്തെ ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സുഖം എന്ന് പറയുന്നതെല്ലാം ദുഃഖത്തിന് കാരണമാണ്. നമ്മൾ കാണുന്ന സുഖം, ആ സുഖമെല്ലാം ദുഃഖത്തിന് കാരണമാണ്. പക്ഷേ ദുഃഖത്തിന് കാരണമാകാത്ത സുഖം, ആ സുഖമാണ് പരമമായ സുഖം. അവിടെ ദുഃഖം, എല്ലാ സുഖവും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അതിലൂടെ അനുഭവിക്കത്തക്ക വിധത്തിലുള്ള സുഖം, ആ സുഖമെല്ലാം ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ആത്യന്തികമായി ദുഃഖമാണ് സുഖത്തിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന സുഖത്തിൽ നിന്ന്, എല്ലാ സുഖങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ടുള്ള ദുഃഖമാണ്. പക്ഷെ പരമമായ സുഖം എന്ന് പറയുന്നത് അതുവഴി ദുഃഖം വരില്ല. ദുഃഖമില്ലാത്ത, ദുഃഖം വരാത്ത, പിന്നെ ദുഃഖമില്ല, സുഖം മാത്രമേ ഉള്ളൂ.
ആ സുഖത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ശരീരമൊക്കെ വിട്ടുപോകുന്ന അവസ്ഥ. ശരീരം ഇല്ലല്ലോ. ശരീരമുള്ളിടത്തോളം കാലം ദുഃഖമുണ്ടല്ലോ. പക്ഷെ ദുഃഖമില്ലാത്ത പരമമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് അതിനപ്പുറം ആയിട്ടുള്ള ഒരു സുഖമാണ്. അത് ശാന്തമായിട്ട് മനസ്സ് പ്രസന്നമാകുമ്പോൾ, പ്രശാന്തമാകുമ്പോൾ, പാപരഹിതനാകുമ്പോൾ, രജോ ഗുണത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആയിത്തീരുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ വരുന്ന സമയത്ത് പിന്നെ വ്യക്തിയില്ല, ആ വ്യക്തിക്ക് പേരില്ല. നമുക്കെല്ലാം ഓരോരുത്തർക്കും പേരുണ്ടല്ലോ. ഇന്നയാൾ, ആ ആൾ, ഈ ആൾ, ഇന്ന ആൾ, പേര് ഉണ്ട്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അവിടെ പിന്നെ പേരില്ല, നാമമില്ല, രൂപമില്ല, അനുഭവങ്ങൾ ഒന്നുമില്ല. നാമമില്ല, രൂപമില്ല, അനുഭവങ്ങൾ ഒന്നുമില്ല. എന്താ കാരണം? അനുഭവിക്കുവാനുള്ള വ്യക്തി അവിടെ ഇല്ല. അനുഭവിക്കുവാൻ വേണ്ടുന്ന സങ്കല്പങ്ങളൊന്നുമില്ല. അങ്ങനെ അതന്നെയാണ് പരമമായ സുഖം എന്ന് പറയുന്നത്. ഈ പരമമായ സുഖത്തെ പ്രാപിക്കുവാൻ ഒരു യോഗിക്ക് സാധിക്കുന്നു ബ്രഹ്മമായി തീരുന്ന സമയത്ത്. ബ്രഹ്മമായി തീരണമെങ്കിൽ ശാന്തരജസമാവണം, രജോ ഗുണം ശാന്തമാകണം, ശാന്തമായിട്ടുള്ള മനസ്സുണ്ടാവണം, കൽമഷരഹിതനായിത്തീരണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തുന്ന അവസ്ഥയാണ് ബ്രഹ്മഭൂതം, ബ്രഹ്മമയമായി തീരുക. ആ ബ്രഹ്മമയമായി തീരുമ്പോൾ പിന്നെ അവിടെ ഒന്നുമില്ല, സുഖമില്ല, ദുഃഖമില്ല, രണ്ടുമില്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.